ഇത് റെഡ്യൂസ് നോയ്സ് ചെയ്യേണ്ടി വരുമല്ലോ. ഓ അയ്യേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ്. 10 പൈസ കയ്യിലില്ല, ഒറ്റ എണ്ണത്തിൻ്റെ വരും. എന്നിട്ടാണ് ഈ പോണ പോക്ക് കണ്ട. അപ്പോൾ എന്താ അഹങ്കാരം ഇതൊക്കെ കണ്ടോ. ജെട്ടി വാങ്ങാൻ പൈസ ഇല്ലാത്ത കണ്ട. പൈസ 10 പൈസ ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ടോ. അടിപൊളി ഫുഡ്. 10 രൂപ ഇവിടെ എന്താ ഫുഡ് ഉള്ളതെന്ന് നോക്കാം. അത് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് കിട്ടിയേക്കണതുണ്ടോ. പൊറോട്ട ഉണ്ട്, പിന്നെ ഇതാ മീൻ വറുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മൊരിഞ്ഞോണ്ടിരിക്കണുള്ളൂ മീൻ വറുത്തത്. പോലത്തെ കണ്ടിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് വന്നിട്ടുണ്ട്. കുറേ നേരം കൂടി നോക്കിയിരുന്നിട്ട് ഇത് കിട്ടിയേക്കണം. ഇനിയിപ്പോൾ അത് പൊറോട്ടയും കൂട്ടി അത് അടിക്കണം. നല്ല അയല വറുത്താന്നാണ് തോന്നുന്നത്. ഏതാ മീനെന്ന് അറിയില്ല കേട്ടോ, അതിലെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് കട. പച്ചമീൻ എങ്ങനെയുണ്ട് ആശ? എൻ്റെ തൂമ്പി വറുത്താനാ. അപ്പം ഇനി ഫുഡായിട്ട് തുടങ്ങട്ടെ. അയ്യോ, ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ഒക്കെ പുതിയ വ്ളോഗർ ആയതുകൊണ്ടാണ് ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കി കേട്ടോ. അയ്യോ, ഇതെന്താ ഫ്രണ്ട് ക്യാമറ ഓണാവാത്ത മൈലി? അയ്യോ, പൊക്കാണല്ലോ ഫുള്ള്. ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി മീൻ വറുത്തത് അടിക്കാൻ പോവാ. ഞാൻ വീഡിയോ എടുക്കാത്ത പോലെ ഇരിക്കാം. വീഡിയോ എടുക്കണ അറിയാത്ത പോലെ ഇരിക്കാതെ. എന്തിന്? ആ പറ. ഇതപ്പോ നമ്മള് ചെന്നൈയിലൊന്ന് നാട് ചുറ്റിറങ്ങിയാണ്. ചെറിയ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞതാ. അപ്പൊ നമ്മള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പിള്ളേരെയൊക്കെ ക്യാമറയിൽ ക്യാമറ എടുത്ത് വണ്ടിയുടെ പോയില്ലേ പറഞ്ഞോ. സംസാരിച്ചെടുക്കണം അതിൻ്റെ. ബിരിയാണി കടയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ഫുഡ് അടിക്കാൻ പൈസ ഇല്ല. ഉണ്ടായിരുന്ന പൈസക്ക് നമ്മള് പൊറോട്ടയും മീൻ വറുത്തതും ഞങ്ങള് പുതിയതായിട്ട് തുടങ്ങിയാണ്. ഞങ്ങളുടെ കാവൊക്കെ കുഴയും. ഇതൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇതൊക്കെ ചെന്നൈത്തെ വലിയ സ്ഥലങ്ങളാന്നൊക്കെ. ഇതെന്താ അത് ഫ്ലാറ്റ്. അതല്ല, ഏത് കമ്പനിയാന്നൊക്കെ പറ. അത് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതെന്തോ റൂമുകള് റെന്റിന് കൊടുക്കണ ഫ്ലാറ്റ് എന്നാണ് തോന്നുന്നത്. അതാരാ യൂട്യൂബില് അവിടെയുണ്ട്. ചെന്നൈയിലുള്ള കാണിച്ചു കൊടുക്കും. നമ്മള് റോഡ് ക്രോസ് ചെയ്യണം. ഭയങ്കര കടക്കാണ്. അയ്യോ, നോക്കി കണ്ടും ക്രോസ് ചെയ്തില്ലെങ്കിൽ നമ്മള് ക്രോസ് ആവും. വണ്ടികൾ വരുന്നുണ്ടോ? അറിഞ്ഞാൻ പറഞ്ഞാണ് വണ്ടികൾ വരുന്നത്. പറഞ്ഞു കൊടുക്ക. അങ്ങനെ വായോ. അല്ല, ഞാൻ മിണ്ടില്ല മേരെ. നോക്കി കടന്നോളോ. കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. വണ്ടി വന്നു. അവലമല്ലാതടിക്കും. ആ പറ പറ. ഇതിന്റെ വ്ലോഗ് ചെയ്തെടുക്ക്. അയ്യോ, പറ ഗവൺമെന്റിനെ കുറിച്ച് പറ. ഓ, അപ്പൊ പിണറായി സർക്കാർ പോരാണെന്നാണ് അവൻ പറയുന്നത്. ആ, അപ്പൊ പിണറായി സർക്കാരിനെ അവൻ പിന്തുണയ്ക്കുന്നതാണ് അവൻ പറയുന്നത്. അതെ, കേരളം ഇപ്പൊ പിണറായിയുടെ അച്ചവീടാണെന്ന് പറഞ്ഞോ. അങ്ങനത്തെ കാണോ? അയ്യോ, വീഡിയോ തടിയുണ്ടോ? ബാഡ് വൈബാണ്. ചെന്നൈയുടെ ഹെയർ കട്ട് നമ്മള് നോക്കി എന്ത് ശാന്തമായിട്ടാ. നമ്മള് നല്ല സമാധാനമാണ് നമ്മളാഗ്രഹിക്കുന്നത്. പോണ ഞാനൊക്കെ പോണ വരണോ. ഇവിടെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം
വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ ഇത്ര വെള്ളം ഉണ്ടായി. വീഡിയോ ഉണ്ട്, ഞാൻ ഇട്ട് കാണിച്ചു. അത് ഈ റോട്ടില് ആ കാറിന്റെ സൈസ് കാണിച്ചു കൊടുക്ക്. അതൊക്കെ ആ ക്ലിപ്പൊക്കെ നമ്മളിപ്പോ വീഡിയോയിൽ ഇടണാവും. എല്ലാരും വെള്ളപ്പൊക്കത്തിന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോളോ. പിന്നെന്തിപ്പോ പറയാനുള്ള ഇപ്പൊ ഞങ്ങൾക്ക് കണ്ടന്റ് ഒന്നും ഇല്ല. കണ്ടന്റ് എന്തിനാണ്? കണ്ടന്റ് ഇല്ല നമുക്ക്, അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ പുതിയ അടിപൊളി ബീച്ച്, നമ്മുടെ മെറീന ബീച്ച് ചെന്നൈയിലെ, പിന്നെ എന്താണ് ചെന്നൈയിലുള്ള നീ മ്യൂസിയം, മ്യൂസിയം, സൂ, പിന്നെ തിയേറ്റർ. തിയേറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഉണ്ടാവില്ല. മ്യൂസിയത്തിലുള്ള വീഡിയോ ഉണ്ടാവൂ? മ്യൂസിയത്തിലുള്ള വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടാവും. മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലേ? മ്യൂസിയത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല. അവിടെ പൈസ കൊടുത്താലേ നടക്കും. പക്ഷേ നടക്കില്ലേ? ഓ, അപ്പൊ അത് മുമ്പി മക്കളെ. പക്ഷെ മ്യൂസിയത്തിന്റെ അവിടെയാണ് മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഫോൺ അലൗഡ് ആണ്. പിന്നെ ഇതാ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അടിപൊളി ടർഫ്, അർജന്റീനയൊക്കെ വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ അർജന്റീന, പോർച്ചുഗലിന്റെ ഒക്കെ വേൾഡ് കപ്പ് ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാവാറുള്ള പോലത്തെ നല്ല അടിപൊളി സ്റ്റേഡിയം. അപ്പൊ ഞങ്ങള് നാളെ അവിടെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങള് കളിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ആ വീഡിയോ കണ്ടോളൂ. നല്ലൊരു മാച്ച് ഉണ്ടാവും. 6 വെച്ച് ടീം വെച്ച് ഇറങ്ങണായിരിക്കും. നാളെ ടർഫ് ബുക്ക് ഉണ്ടല്ലേ? അപ്പൊ നാളെ തീർച്ചയായിട്ടും കളി ഉണ്ടാവും. എല്ലാരും കാണണം. ലൈവ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലില് നാളെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ആരെ ക്യാമറ എടുക്കുക? അപ്പൊ ആ വീഡിയോ ചിലപ്പോ ഉണ്ടാവുള്ളൂ കേട്ടോ. കാണിച്ചു കൊടുത്തേ, സ്റ്റേഡിയം കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇതാണ് സ്റ്റേഡിയം. അപ്പൊ നാളെ ഇതിന്റെ ഉള്ളിലുള്ള വീഡിയോ വരുന്നതായിരിക്കും. അടിപൊളി സ്കില്ലുകളും അടിപൊളി ഷോട്ടും ട്രിപ്പിളും ഉണ്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കൂട്ടത്തിലെ കണ്ണാപ്പിയാണിത്. അയ്യോ, ഇത് ഇടാൻ പറ്റൂലല്ലോ വീഡിയോ. ഈ വീഡിയോയിൽ കുറെ ടീങ് സൗണ്ട് ഉണ്ടായിരിക്കും. അതെല്ലാരും അഡ്ജസ്റ്റ് ചെയ്തോളോ. ഇതേ പിള്ളേര് സുധീഷ് വന്ന് തിരിയോ. സുധീഷ് കമന്റ് ഇട്ടാ മതി, ഞാൻ നമ്പർ റിപ്ലൈ തരാം. അല്ല നമ്മളിത് ഞങ്ങക്ക് ചാനലില്ല, ചാനല് തുടങ്ങണുള്ളൂ. ഇതില് ഞാൻ ടീങ് സൗണ്ട് കേട്ടുമ്പോ അടുക്കൂലോ. ഓ, എന്തൊരു ക്ലിയറാ. ഗൈസ്, അയ്യോ ഞാൻ ഫ്രണ്ട് ക്യാമറ കിട്ടേ അവിടെ തിരിക്കേ. ഗൈസ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ എടുക്കുന്നത് ഇപ്പോൾ വിവോയുടെ Y200-ലാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഗോപ്രോ ഒന്നുമില്ല ഗൈസ്. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കണം തന്നെ കണ്ടില്ലേ, 2 പൊറോട്ട കഴിക്കാണ്. പിന്നെ മീൻ വറുത്തത് നോക്കണ്ട, അത് ഇവൻ്റെ കയ്യിൽ നിന്ന് പറ്റടിക്കണ. അവൻ്റെ ഫോൺ ഏതാണെന്നറിയോ? ഏട്ടാ നിൻ്റെ ഏതാ ഫോണ്? അപ്പോൾ ഓപ്പോ റെനോലും ഒരു വീഡിയോ വരും, അത് കണ്ടോളൂ ഗൈസ്. ഇവന് ഫോൺ വാങ്ങി പിന്നെ ഇതാണ് അസുഖം. ഇങ്ങനെ സെൽഫി എടുക്കും, സ്നാപ്പ് എടുത്തോണ്ടൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല ഗൈസ്, ഇരുട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓ, ഫക്ക് പറയണ്ടായിരുന്നു.